ഹലോ ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലെറ്റർ റൈറ്റിങ്ങിൻ്റെ ഫോർമാറ്റിനെ കുറിച്ചാണ്. മെയിനായിട്ടും ഇംഗ്ലീഷിൽ 2 തരത്തിലുള്ള ലെറ്ററാണുള്ളത്. ആദ്യത്തേത് ഫോർമൽ ലെറ്റർ, രണ്ടാമത്തേത് ഇൻഫോർമൽ ലെറ്റർ. ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോർമൽ ലെറ്ററിൻ്റെ ഫോർമാറ്റിനെ കുറിച്ചാണ്. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് എന്താണ് ഫോർമൽ ലെറ്റർ എന്ന് നോക്കാം. ഫോർമൽ ലെറ്റർ. A formal letter is one written in a formal and ceremonious language and follows a certain stipulated format. Such letters are written for official purposes. വേറെ ഒന്നുമില്ല, നമ്മൾ ഒഫീഷ്യൽ പർപ്പസസിന് വേണ്ടി എഴുതുന്ന ലെറ്റേഴ്സിനെയാണ് നമ്മൾ ഫോർമൽ ലെറ്റർ എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഒരു ഫോർമൽ ലെറ്റർ എഴുതുന്നതെന്ന് നോക്കാം. ഒരു ഫോർമൽ ലെറ്റർ എഴുതുമ്പോൾ മെയിനായിട്ടും 9 എലമെൻറ്റ്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. എപ്പോഴും ഒരു ഫോർമൽ ലെറ്റർ എഴുതുമ്പോൾ ഈ 9 എലമെൻറ്റ്സ് മാർജിനോട് ചേർത്തായിരിക്കണം എഴുതേണ്ടത്. ആദ്യത്തേത് സെൻഡേഴ്സ് അഡ്രസ്, രണ്ടാമത്തേത് ഡേറ്റ്, മൂന്നാമത്തേത് റിസീവേഴ്സ് അഡ്രസ്, നാലാമത്തെ സബ്ജക്റ്റ്. സബ്ജക്റ്റ് മീൻസ് നമ്മൾ എന്തിനാണോ ഈ ലെറ്റർ എഴുതുന്നത് ആ ഒരു പർപ്പസ് ഒരു ലൈനിൽ ആക്കുന്നതാണ്. അഞ്ചാമത് സല്യൂട്ടേഷൻ, ആറാമത്തേത് ബോഡി ഓഫ് ദി ലെറ്റർ. ആ ബോഡി ഓഫ് ലെറ്ററാണ് ഈ ലെറ്ററിൻ്റെ മെയിൻ ആയിട്ടുള്ള എലമെൻറ്റ്. എന്താണോ ലെറ്റർ കൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് അതാണ് ബോഡി ഓഫ് ദി ലെറ്റർ. ബോഡി ഓഫ് ദി ലെറ്ററിൽ ഒരു ഓപ്പണിംഗ് പാരഗ്രാഫ് കാണും, കോണ്ടൻറ്റ് കാണും, പിന്നെ ഒരു കൺക്ലൂഷൻ കാണും. ഏഴാമത്തെ എലമെൻറ്റ് ക്ലോസിംഗ് ഓഫ് ദി ലെറ്ററാണ്. എട്ടാമത്തെ എലമെൻറ്റ് സെൻറ്റേഴ്സ് നെയിമാണ്. ഒമ്പതാമത്തെ എലമെൻറ്റ് സെൻറ്റേഴ്സ് സിഗ്നേച്ചറാണ്. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. ഇതാണ് ഒരു ഫോർമൽ ലെറ്ററിൻ്റെ ഫോർമാറ്റ്. 9 എലമെൻറ്റ്സും ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ലെറ്റർ ടു ദി എഡിറ്റർ എബൌട്ട് എ റോഡ് ദാറ്റ് നീഡ്സ് റിപ്പയർ. തകരാറായി കിടക്കുന്ന റോഡ് ശ്രദ്ധയിൽപ്പെടുത്താനായിട്ട് ഒരു പത്രത്തിൻ്റെ എഡിറ്ററിന് എഴുതുന്ന ലെറ്ററാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആദ്യമായിട്ട് സെൻറ്റേഴ്സ് അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്, അയക്കുന്ന ആളുടെ അഡ്രസ്സ്, പിന്നെ ഡേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്, പിന്നെ റിസീവേഴ്സ് അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്, നാലാമതായിട്ട് സബ്ജക്റ്റ് കൊടുത്തിട്ടുണ്ട്. അതൊരു സിംഗിൾ ലൈനിലാണ് കൊടുത്തിരിക്കുന്നത്. അടുത്തതായിട്ട് സല്യൂട്ടേഷനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ബോഡി ഓഫ് ദി ലെറ്റർ. ബോഡി ഓഫ് ദി ലെറ്റർ 3 പാരഗ്രാഫായിട്ട് തിരിച്ചിട്ടുണ്ട്. ആദ്യത്തേത് ഇൻട്രൊഡക്ഷൻ, രണ്ടാമത്തേത് കോണ്ടൻറ്റ്, മൂന്നാമത്തേത് കൺക്ലൂഷൻ. അടുത്തതായിട്ട് ക്ലോസിംഗ് ഓഫ് ദി ലെറ്റർ, അതിനുശേഷം സിഗ്നേച്ചർ കൊടുത്തിട്ടുണ്ട്, പിന്നെ അവസാനം സെൻറ്റേഴ്സ് നെയിമും കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.